വിഭിന്നമായ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ രാജ്യം. രാജ്യത്തെ അറിയണമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങളെയും നമ്മൾ അടുത്തറിയേണ്ടതുണ്ട്. ഭാഷാ വേർതിരിവില്ലാതെ പരസ്പരം മനുഷ്യന് മനസ്സിലാകാൻ കലകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അനന്തപുരിയെ കലകളുടെ സംഗമ ഭൂമിയാക്കി സംസ്ഥാനത്തെ പ്രഥമ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റ് തൈക്കാട് പോലീസ് മൈതാനത്ത് പുരോഗമിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്ന പ്രഥമ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണമാണ് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന പ്രദർശന വിപണന സ്റ്റോൾ. വിഭിന്നമായിട്ടുള്ള കലാസംസ്കാരങ്ങൾ വിളിച്ചോതുന്ന പ്രദർശന വേദിയിലൂടെ നടന്നപ്പോഴാണ് മോഠിയ സാരി ധരിച്ച വെളുത്ത തൂവലുകൾ കൊണ്ടുള്ള കെയിലിംഗ തലയിൽ ധരിച്ച അനാമികയെയും സുമന്തിയെയും ശ്രദ്ധിക്കുന്നത്. വിടർത്തിവച്ച ക്യാൻവാസിൽ ശ്രദ്ധയോടെ നിറം പകരുകയായിരുന്നു സുമന്തി. ആ സ്റ്റോളിലാകെ ഛത്തീസ്ഗഡിലെ കുറുഖ് ഗോത്രവർഗത്തിന്റെ തനത് ചിത്രകലാശൈലിയായ ഉറാവോൻ രീതിയിൽ വരച്ച ചിത്രങ്ങളായിരുന്നു. ഛത്തീസ്ഗഡിലെ വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പല നിറങ്ങളിലുള്ള മണ്ണുപയോഗിച്ചാണ് മനോഹര ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഉറാവോൻ ചിത്രരചന ശൈലിയെക്കുറിച്ച് സുമന്തി വാചാലയായി. ये जो मेरा पेंटिंग्स है उरांव ट्राइब का है. हमारे यहाँ जब भी कोई फेस्टिवल वगैरह होता है तो गांव के दीवारों को गोबर मिट्टी से लिपाई किया जाता है. ये काली मिट्टी है. ये काली मिट्टी भी बहुत ही गहराई से खोद कर निकालते हैं. तो खोदने से पहले एक पूजा होती है. और ये पीली मिट्टी है जो खेतों में मिलता है. और ये भी मतलब कि कई जगह सफ़ेद मिट्टी होती है और कई जगह सफ़ेद मिट्टी से थोड़ा सा अलग भी होता है. खेतों में ही मिलता है ये सब. എത്ര മനോഹരമായാണ് ചില മനുഷ്യർ അവരുടെ കലാപാരമ്പര്യത്തെ കൊണ്ടു നടക്കുന്നത്, പകർത്തിവെക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ തനത് സംസ്കാരം നമുക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് പ്രഥമ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവൽ. സുമന്തിയും അനാമികയും മണ്ണിന്റെ മണമുള്ള അവരുടെ ചിത്രങ്ങളിലൂടെ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത് അവരുടെ നാടിന്റെ കഥകളാണ്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.